IPL മാച്ച് നമ്പർ 9 ഇന്നലെ അവസാനിച്ചപ്പോൾ സീസണിലെ ആദ്യ വിജയം ഗുജറാത്ത് നേടുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച മുംബൈ ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ വളരെ നല്ല തുടക്കമായിരുന്നു GTക്ക് ലഭിച്ചത്. ജനറലി അഹമ്മദാബാദിൽ കാണുന്ന റൺ ഫ്ലോയിങ് ആയിട്ടുള്ള ട്രാക്ക് അല്ലായിരുന്നു ഇന്നലെ മത്സരത്തിൽ ലഭിച്ചത്. GTയുടെ നിർദ്ദേശപ്രകാരം ബ്ലാക്ക് സോയിലുള്ള പിച്ചായിരുന്നു മത്സരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ പിച്ച് കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗിൽ സുദർശൻ ജോഡി പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 66 ആയിരുന്നു നേടിയത്. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞ ടൈറ്റ് സ്പെൽ ഹാർദിക്കും സാന്ററും എറിഞ്ഞപ്പോൾ പ്രഷർ കയറി ഗില്ലിന്റെ വിക്കറ്റ് ലഭിച്ചിരുന്നു. സായി സുദർശൻ സ്ട്രൈക്ക് റൊട്ടേഷൻ ചെയ്യാൻ മാത്രം ശ്രമിച്ചപ്പോൾ ബട്ട്ലർ ആയിരുന്നു പിന്നീട് സ്കോർ കയറ്റിയത്. എന്നാൽ ബട്ട്ലർ, സായി സുദർശൻ എന്നിവർ പുറത്തായ ശേഷം ഒരു വൻ കൊളാപ്സ് ആയിരുന്നു GT നിരയിൽ കണ്ടത്. 200 കടക്കുമെന്ന് തോന്നിച്ച ടോട്ടൽ 196-8 എന്ന നിലയിലാണ് അവസാനിച്ചത്. ലാസ്റ്റ് 17 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റായിരുന്നു GTക്ക് നഷ്ടമായത്. എങ്കിലും ഈ ട്രാക്കിൽ ഇത് മികച്ച സ്കോർ തന്നെയായിരുന്നു. MIയെ നോക്കിയാൽ മാച്ചപ്സ് ഒക്കെ പ്രോപ്പറായി കീപ്പ് ചെയ്ത ഒരു ഗെയിമായിരുന്നു കണ്ടത്. പവർ പ്ലേയിൽ ഹാർദിക്കിന് ഒരു ഓവറെങ്കിലും എറിയാമായിരുന്നു എന്ന് മാച്ച് കണ്ടപ്പോൾ തോന്നിയിരുന്നു. യൂഷ്വലി പവർ പ്ലേയിൽ വന്ന് വിക്കറ്റ് എടുക്കുന്ന ഹാർദിക്ക് മിഡിൽ ഓവേഴ്സിലായിരുന്നു പന്തെറിയാൻ ശ്രമിച്ചത്. അവിടെ വളരെ മികച്ച രീതിയിൽ തന്നെ ഹാർഡ് ലെങ്ത്തുകൾ യൂസ് ചെയ്ത് ഹാർദിക്ക് പന്തെറിയുന്നുണ്ടായിരുന്നു. ആകെ മത്സരത്തിൽ തോന്നിയൊരു കാര്യം സത്യനാരായണ രാജുവിനെ മിഡിൽ ഓവേഴ്സിൽ യൂസ് ചെയ്ത് ഡെത്ത് ബോളിംഗ് റെസ്പോൺസിബിലിറ്റി ഹാർദിക്കിന് ഏറ്റെടുക്കാമായിരുന്നു എന്നതാണ്. 29 റൺസായിരുന്നു 2 ഓവറിൽ സത്യനാരായണ രാജു വിട്ടുകൊടുത്തത്. ഫീൽഡിങ്ങിലും അറ്റ്ലീസ്റ്റ് മിസ്ഫീൽഡ് വഴി ഒരു 16 റൺസെങ്കിലും MI വിട്ടുകൊടുത്തിട്ടുണ്ട്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിറാജിന്റെ ഡബിൾ സ്ട്രൈക്കിൽ 48-2 എന്ന നിലയിലാണ് MI പവർ പ്ലേ അവസാനിപ്പിച്ചത്. സിറാജ് മാത്രം പവർ പ്ലേയിൽ 2 ഓവർ എറിഞ്ഞപ്പോൾ മറ്റൊരു ബൗളറെയും ഒന്നിൽ കൂടുതൽ ഓവർ എറിയാൻ പവർ പ്ലേയിൽ ഗിൽ കൊണ്ടുവന്നില്ല. അത് നല്ലൊരു മൂവായി തോന്നിയിരുന്നു. പവർ പ്ലേ കഴിഞ്ഞ് സൂര്യ തിലക ജോഡി ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും കടന്നാക്രമിക്കാനുള്ള അവസരം GT ബോളേഴ്സ് അവർക്ക് നൽകിയില്ല. നല്ല കൺട്രോളിൽ പിച്ച് കണ്ടീഷൻസ് മനസ്സിലാക്കി തന്നെ അവർ പന്തെറിഞ്ഞിരുന്നു. എന്നാൽ ഗെയിം പൂർണ്ണമായും GTയുടെ വരുതിയിൽ വന്നത് പ്രസിദ്ധ് കൃഷ്ണ 12-ാം ഓവറിൽ പന്തെറിയാൻ എത്തിയത് മുതലാണ്. തിലക, സൂര്യ തുടങ്ങിയ 2 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ കൃഷ്ണ വീഴ്ത്തിയപ്പോൾ വെറും 3 ഓവറിൽ 8 റൺസായിരുന്നു താരം വഴങ്ങിയത്. വിക്കറ്റിനൊപ്പം ഗെയിം കൂടി ഇത് ടൈറ്റാക്കി. ഇതിനിടയിൽ ഹാർദിക്ക് വന്ന് എന്തോ ചെയ്യാൻ ശ്രമിച്ച 17 പന്തിൽ 11 നേടി പുറത്തായതോടെ MI തോൽവി ഉറപ്പിക്കുകയാണ് ചെയ്തത്. റാഷിദ് ഖാൻ വെറും 2 ഓവർ മാത്രം എറിഞ്ഞ മത്സരത്തിൽ ഫാസ്റ്റ് ബോളേഴ്സിനെ കൊണ്ടായിരുന്നു മെയിനായിട്ട് ഗിൽ ഓപ്പറേഷൻ നടത്തിയത്. വളരെ മികച്ച രീതിയിൽ ഫീൽഡ് പ്ലേസ്മെന്റും ബൗളിംഗ് റൊട്ടേഷനും ഗിൽ നടത്തിയിരുന്നു. ടോട്ടലി വളരെ വെൽ എക്സിക്യൂട്ടഡ് ആയ പ്ലാൻസുമായി വന്ന് ഗെയിം വിജയിക്കുകയാണ് GT ചെയ്തത്. അവസാനമായി മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ സായ് സുദർശന്റെ 63 പിൻബലത്തിൽ 196 ആണ് GT നേടിയത്. മറുപടി ബാറ്റിംഗിൽ സൂര്യ, തിലക എന്നിവർ പൊരുതിയെങ്കിലും കാര്യമായ സപ്പോർട്ട് മറ്റു താരങ്ങൾ കൊടുക്കാതെ വന്നതോടെ 36 റൺസിന് MI തോക്കുകയാണ് ചെയ്തത്.